ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എറണാകുളം പെരുമ്പാവൂർ നഗരത്തിൽ പോലീസിന്റെ വ്യാപക പരിശോധന. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ ലഹരി ഉപയോഗം നിയന്ത്രിക്കുക ലക്ഷ്യമിട്ടായിരുന്നു പരിശോധന. ഹെറോയിൻ, സിറിഞ്ച്, കഞ്ചാവ് എന്നിവ കണ്ടെടുക്കുകയും ചെയ്തു. 9 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അർജുൻ മട്ടന്നൂർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അർജുൻ, അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയ ചില ദൃശ്യങ്ങളുണ്ട്. സിറിഞ്ച് കുത്തിവെക്കുകയാണ്. പട്ടാപ്പകൽ തെരുവിൽ നിന്ന് മറ്റാരെയും പേടിക്കാതെ സിറിഞ്ചും മറ്റ് രാസലഹരികളും ഒക്കെ സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെച്ച് പിന്നീട് ഇറങ്ങുകയാണ് തെരുവിലേക്ക്. വലിയ അക്രമ സംഭവങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് അതോടൊപ്പം പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ പൊതിഞ്ഞും കൈപ്പിടിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും ഒക്കെ നിന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെ നാട്ടുകാർ തന്നെയാണ് പകർത്തത്. നാട്ടുകാർ വലിയ ഭയത്തിലാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂര്. പെരുമ്പാവൂരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നാട്ടുകാർ വലിയ ആശങ്കയോടുകൂടി ചോദിക്കുകയാണ്. വ്യാപകമായ പരിശോധന തന്നെ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. ഇന്നത്തെ പരിശോധനയിൽ എന്തൊക്കെ കണ്ടെത്തി അർജുൻ? ഷിഹാസ, ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂരിലെ ലഹരി ഉപയോഗം പുതിയ വാർത്തയല്ല. പക്ഷേ കഴിഞ്ഞ വർഷം അടക്കം വ്യാപക പരിശോധനയൊക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സമൂഹ മാധ്യമങ്ങളിലെ ദൃശ്യങ്ങൾ. അതായത് ഒരു പെരുമ്പാവൂർ നഗരത്തിലെ മാർക്കറ്റിൽ പരസ്യമായി തന്നെ ലഹരി ഉപയോഗിക്കുന്നു, അതും സിറിഞ്ച് ഉപയോഗിച്ച് ഹെറോയിൻ എന്ന മാരക ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ആ ദൃശ്യത്തിൽ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് പിന്നാലെ നാട്ടുകാർ വലിയ പരാതി ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗം കൂടിയായി ഇന്ന് പെരുമ്പാവൂർ നഗരത്തിലടക്കം വ്യാപക പരിശോധന നടത്തിയത്. അവിടെയുള്ള കടകൾ, അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളിലൊക്കെ തന്നെ പോലീസ് ഒരു മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിലാണ് ഏതാണ്ട് 9 പേരെ പിടികൂടിയത്. ഇവരുടെ കയ്യിൽ നിന്നും അളവിൽ കുറഞ്ഞ കഞ്ചാവ്, അതോടൊപ്പം തന്നെ മറ്റ് മാരക ലഹരി മരുന്നുകൾ, പ്രത്യേകിച്ച് ഹെറോയിൻ കുത്തിവെക്കാനുള്ള സിറിഞ്ചടക്കം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവധി ദിനമാണ്. സ്വാഭാവികമായും ഇതര സംസ്ഥാന തൊഴിലാളികൾ നഗരത്തിലും അതോടൊപ്പം തന്നെ വീടുകളിലും ഉള്ള സമയമാണ്. ലഹരി ഉപയോഗിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ദിവസം എന്നുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് പോലീസിന്റെ വ്യാപക പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഇത്രയും ലഹരി മരുന്നുകൾ കണ്ടെത്തിയത്. ഡോഗ് സ്ക്വാഡിന്റെ അടക്കം സഹായത്തോടു കൂടിയാണ് പോലീസ് വ്യാപക പരിശോധന നടത്തിയത്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് പരിശോധന നടത്തിയത്. എന്തായാലും കൂടുതൽ ലഹരി മരുന്നുകൾ, കഞ്ചാവ് അടക്കമുള്ള ലഹരി മരുന്നുകൾ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെയും മറ്റും നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. അതേസമയം ലഹരി മാഫിയ ഇത്തരം പരിശോധനകൾ വ്യാപകമാകുമ്പോൾ അവരുടെ ലഹരി മരുന്നുകളും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതാണ് പതിവ്. അതാണ് കഴിഞ്ഞ വർഷവും കണ്ടത്. പക്ഷേ എന്തായാലും ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് വ്യാപകമായ പരിശോധന നടത്താനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ഉറപ്പായും അർജുൻ പറഞ്ഞ പോലെ തന്നെ വരും ദിവസങ്ങളിൽ വ്യാപകമായ പരിശോധന തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ധാരാളം നല്ലവരായിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. പക്ഷെ അവർക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ചില ആളുകൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വലിയ ക്രിമിനൽ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നത്. ഈ പെരുമ്പാവൂർ ഏറ്റവും നല്ലൊരു സ്ഥലമാണ്, നല്ലവരായ മനുഷ്യരുള്ള സ്ഥലമാണ്, ഒരുപാട് സ്നേഹമുള്ള ആളുകളുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ പെരുമ്പാവൂരിന് വലിയ പേരുദോഷം ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഞാൻ പെരുമ്പാവൂരുകാരനാണ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ എന്തോ ഒരു മടി ചില പെരുമ്പാവൂരുകാർക്ക് ഉള്ളതായി പലപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അതിനുള്ളൊരു കാരണം ഇതാണ്. അവിടെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളിലെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആളുകൾ നടത്തുന്ന പല അധാർമിക പ്രവൃത്തികളും ആ നാടിന് വലിയ ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു ചീത്തപ്പേര് മാറ്റിയെടുക്കുന്നതിന് ഇത്തരത്തിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ കണ്ടെത്തുകയും ഒന്നുകിൽ അവരെ നാട് കടത്തുക, അല്ലെങ്കിൽ നടപടിയെടുക്കുക, അവരെ ജയിലിടുക, അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കർശനമായി ഇടപെടേണ്ടതുണ്ട്.